നീ ഇങ്ങനെ വട്ട് പിടിപ്പിക്കില്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. മീരനെ ആരാണ്ട് കല്യാണം ആലോചിക്കാൻ വന്ന കാര്യം പോലും അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. എന്തിനിപ്പോ ഇത്ര പെട്ടെന്ന് നടത്തുന്നത്? അൻവറിന്റെ കാര്യം അറിഞ്ഞിട്ടാ? എന്നാലും നടത്തണ്ടല്ലേ, അവിടെ നടത്താന്ന് വിചാരിച്ചു. ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം, കോളേജിൽ ഇതാരും അറിഞ്ഞിട്ടില്ല. അൻവർ തന്നെ പ്രശ്നം കേട്ടോ. ഞാൻ അവരുടെ സൈഡ്. ആരുടെ സൈഡ്? അവരുടെ സൈഡ് പിന്നല്ലാതെ. ഇഷ്ടമുള്ളവർ തമ്മിലുള്ള കല്യാണമല്ലേ നടത്തി കൊടുക്കണ്ടേ? അവർക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം നമ്മൾ എന്തെങ്കിലും നടത്തി കൊടുക്കുന്നേ? നിങ്ങൾ നോക്കുമോണ്ടോ? ആര് നോക്കുവോ? നീ പോയിക്കോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ക്യാഷ് എടുക്കണം, നമ്മുടെ കൂടെ ബാങ്കിൽ പോകാനുള്ള. അവിടെ താഴെ ഓട്ടോ കിട്ടും, പോയിക്കോ, ചെല്ല്. മനുചേട്ടാ ഇവിടെ ട്യൂഷൻ വരുമ്പോൾ കാണാൻ പറ്റത്തോണ്ടാ, പ്ലീസ് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇനി നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലാന്നല്ലോ നീ അന്ന് മീരയ്ക്ക് വാക്ക് കൊടുത്ത്. അത് ചേട്ടാ അങ്ങനെയല്ല. പിന്നെ നീ അന്ന് കഥ കടച്ച് മീരയുടെ അടുത്ത് എന്താ പറഞ്ഞത്? അത് ചേട്ടാ, നിർമ്മലിനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിപ്പിച്ചു തരാമെന്ന് മീരേച്ചി പറഞ്ഞു. ഇപ്പൊ പഠിക്കേണ്ട പ്രായ, അത് കഴിഞ്ഞ് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ കല്യാണം ഉറപ്പിച്ച പിന്നെ കല്യാണ ദിവസം വേണേലും നിർമ്മലിൻ്റെ കൂടെ പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞുതരാന്നാ മീരേച്ചി പറഞ്ഞു. ചേട്ടാ ഞങ്ങള് ഞാൻ അവളോട് സംസാരിക്കട്ടെ. വിഷ്ണുവേട്ട, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലാന്ന് വിഷ്ണുവേട്ട അറിയില്ല. എന്നെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ വിഷ്ണുവേട്ടൻ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കാണുമ്പോഴാണ്. വിഷ്ണുവേട്ടൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ മരിച്ചവളെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ വിഷ്ണുവേട്ട? എനിക്കറിയാലോ, എനിക്ക് എത്ര ഇഷ്ടം അറിയില്ല. നിന്നുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ പൊന്നു ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്നു പറയാൻ പറ്റും. ചിലപ്പോ ചേച്ചി ഞാൻ അവളോട് സംസാരിക്കട്ടെ. നമ്മുടെ ഒരു ചെറുകിട ഇഷ്ടത്തിലാണ് അൻവർ ഷെരീഫ്. എന്താണ് അത്ര വലിയ രഹസ്യം? ഒരു പ്രണയമുണ്ടെന്നാണ് എനിക്ക് വിശ്വസിച്ചത്. ചിലപ്പോ ചേച്ചിയെ കുറിച്ചായിരിക്കും എനിക്ക് സംസാരിക്കണം. മഹേഷേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മഹേഷേട്ടനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാം? മഹേഷോ? എനിക്കിനി എൻ്റെ ലൈഫിൽ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എൻ്റെ ഏട്ടനെ പോലെ മഹേഷേട്ടൻ എൻ്റെ ജീവനാ. മറക്കണം, എല്ലാം മറക്കണം. നമ്മളുടെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യണം, വാൾപേപ്പർ എല്ലാം. എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. കൈയെടുത്ത് തലയിൽ വെക്കുക. വെച്ചോ? തൊട്ടോ? സത്യം. ഏട്ടാ, മഞ്ചേട്ടൻ എണീറ്റേ. ഏട്ടാ, സമയം എണീക്ക്. അതെ, കല്യാണത്തിന് ആൾക്കാർ വരുന്നതേ പെണ്ണിനെ കാണാൻ മാത്രല്ല, പെണ്ണിനെ ആങ്ങളേനെ കൂടെ കാണാനാ. നമുക്ക് വയറൊക്കൊന്നും ഓർക്കണ്ടേ? എണീറ്റാ ചായ കുടിച്ചേ, എന്നിട്ട് ഓടാമ്പോ. മഞ്ചേട്ടാ, എനിക്ക് കോളേജിൽ പോകാൻ ലേറ്റായി.